COP 14E നമ്മൾ കണ്ടത് ആ ഡോക്യുമെന്റേഷൻ ഓഫ് സർജറിയാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് പ്ലാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം എന്നതാണ് നമ്മൾ COP 14Fൽ കാണുന്നത്. നമ്മളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന സർജറികളുമായിട്ട് ബന്ധപ്പെട്ട് ആഫ്റ്റർ സർജറി കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്പെൻസ് ഓൺ ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയർ ഈ കെയറിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. അതിൻ്റെ വൂണ്ട് കെയർ ചെയ്യേണ്ട രീതികളിൽ, മെഡിക്കേഷൻ്റെ കാര്യങ്ങളിൽ ഒക്കെ IV ഫ്ലൂയിഡ്സ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നതൊക്കെ ആ സർജൻ ഓരോ സർജറിക്ക് ശേഷവും കൃത്യമായ ഡോക്യുമെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ആ ഡോക്യുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നടക്കേണ്ടത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുണ്ട്, അതിനുശേഷം നോർമൽ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ കെയർ പ്ലാൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം ബൈ ദ സർജൻ. അപ്പോൾ നമുക്ക് ഈ ഒരു COPയിൽ സർജറിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് പലതവണ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് പേഷ്യൻ്റ് മാത്രമല്ല സഫർ ചെയ്യുക, നമ്മളും ഹോസ്പിറ്റലും സഫർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ക്വാളിറ്റി വിൽ ബി ക്വസ്റ്റ്യൻഡ്. അത് എങ്ങനെയാണ് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കെയർ ടേക്കേഴ്സിന് എന്ത് ചെയ്യണമെന്ന് എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. പക്ഷെ ഓരോ കേസിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എന്താണ് മാറ്റങ്ങൾ അവിടെ എന്നത് അവർ അസ്യൂം ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ സർജൻ കൃത്യമായി പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം, ആ പ്ലാൻ ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ആ ഗൈഡൻസ് അനുസരിച്ചാണ് നമ്മുടെ നേഴ്സസ് മറ്റ് കെയർ കൊടുക്കുന്നവർ വർക്ക് ചെയ്യേണ്ടത്. COP 14F പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഈസ് ഗൈഡഡ് ബൈ എ ഡോക്യുമെന്റ് പ്ലാൻ.